എല്ലാവർക്കും നസ്രീസ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ പെർഫെക്റ്റായിട്ട് നമുക്ക് കപ്പ് കേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഉച്ചക്ക് കിട്ടിയ ഓർഡറാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഡോണറ്റും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ ഡോണറ്റൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം അത് കുഴച്ചെടുത്ത് 2.5 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം ഉണ്ടാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആകുക. അപ്പോൾ അതിന് പകരം ഒരു കപ്പ് കേക്ക് കുറച്ചധികം അങ്ങനെ ആക്കിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 6 മുട്ടയാണ് പൊട്ടിച്ച് വെച്ചെടുത്തത്. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് കേട്ടോ. 250 ml കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് പിന്നെ നമുക്ക് മുട്ട നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടും. പിന്നെ ഈ ബൗളിൽ തൊട്ട് തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടില്ല. അപ്പോൾ ആ ബീറ്റാണ് സമയം കൊണ്ട് നമുക്ക് ഒരു തരപ്പിലേക്ക് ഇൻഗ്രീഡിയൻസ് ധരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, പിന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടും ധരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കണില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയായിട്ട് പിന്നെ അതുപോലെ ധരിച്ചെടുത്താലും മതി. പിന്നെ ഇതുപോലുള്ള വാനില പോലത്തുള്ള കേക്കിലൊന്നും ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്തിട്ട് ഇതുപോലെ പിന്നെ ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്തിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ബീറ്റായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/4 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓപ്ഷനിലാണ് ഇട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടി ചേർത്ത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കപ്പ് കേക്കിന്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ലൈറ്റായിട്ട് യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിൽ മാത്രം മതിയെങ്കിൽ കളറൊന്നും ചേർക്കേണ്ടതില്ല. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഞാൻ അരക്കപ്പെടുത്തതിന് കുറച്ചാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പിന്നെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേശ്ശായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ലോ സ്പീഡ് വെച്ചിട്ട് വേണം കേട്ടോ അതേപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ കുറേശ്ശെ ഇതുപോലെ ഓഫാക്കിയിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ഭാഗത്ത് കൂടെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഓവറായിട്ട് മിക്സ് ആക്കുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓവറായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഈ എയർ ബബിൾസൊക്കെ താഴ്ന്നു പോയിട്ട് പിന്നെ നമ്മളെ കേക്ക് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും ലോ സ്പീഡിൽ വേണം ഇതുപോലെ ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഹാൻഡ് മിക്സറാണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് ലോ സ്പീഡിൽ ഇതുപോലെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റുമേ. നമ്മൾ മിക്സാക്കി എടുക്കേണ്ട സമയത്ത് ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഈ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാറ്ററി അധികം തിക്കാണെന്ന് തോന്നിയാൽ കുറച്ച് ബാക്കിയുള്ള പാലും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഈ ഒരു റിബൺ സ്റ്റേജിലുള്ള പിന്നെ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൈഡ് ഭാഗത്തൊക്കെ ഒന്നും കൂടി എല്ലാം കൂടി സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു കയ്യിൽ വെച്ചിട്ട് അതിൽ കുറേശ്ശെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കപ്പ് കേക്കിൻ്റെ മോൾഡിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് വലിപ്പമുള്ള കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, പകുതിൻ്റെ അടുത്ത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കപ്പ് കേക്ക് മാത്രം കഴിക്കാൻ വേണ്ടി ടീ കേക്ക് പോലെ കഴിക്കാനാണെങ്കിൽ ഒരു 3/4 ഭാഗം വരെയൊക്കെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഇതിൽ ക്രീം വെച്ചിട്ട് നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാനും കൂടി ഉള്ളതുകൊണ്ട് ഒരു പകുതിൻ്റെ അടുത്ത് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം പൊങ്ങി വരുന്ന സമയത്ത് ഒരു 3/4 ഭാഗമാവും. പിന്നെ ക്രീമും കൂടി ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതുപോലുള്ള സിലിക്കൺ മോൾഡിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ 20 കപ്പ് കേക്കിനാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഞാൻ ഇതുപോലെ ടീ കേക്ക് പോലെ കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് വേണേൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾ ഇങ്ങനത്തെ കപ്പ് കേക്കിൻ്റെ മോൾഡൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ അടുത്ത് പേപ്പർ കപ്പ് കേക്കിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ, അല്ല പേപ്പർ ഗ്ലാസ് ചെറുതുണ്ടെങ്കിൽ ഈ പായസത്തിന് കൊടുക്കുന്ന അങ്ങനത്തെ ഗ്ലാസ് ഉണ്ട്, അതിലും വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ അതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനൊരു പഴയ കുക്കറിൽ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലൊരു ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഓവനിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 150°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ബേക്കായി കിട്ടും. ഓരോരുത്തരും ഓവനനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ സ്റ്റൗവിലും അതേപോലെ തന്നെയാണ് ചെയ്തെടുത്തത്. ഒരു 20 മിനിറ്റാണ്. ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിം, പിന്നെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗം ഒന്നും കരിയാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ കപ്പ് കേക്ക് ഒന്നും ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഈ കുക്കറിന് പകരം നോൺ സ്റ്റിക്ക് പാനിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഒന്നും കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ടീ കേക്കായിട്ട് കഴിക്കേണ്ടവർക്ക് ഇതുപോലെ കഴിക്കുകയും ചെയ്യാം. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ 4 കളറിൽ ചെയ്ത് കൊടുക്കണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. ആ രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.